മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. കഥയായും കവിതയായും കടങ്കഥയായും നമ്മെ എന്നും കൊതിപ്പിക്കുന്ന അമ്പിളിയമ്മാവനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ട് ഇന്നേക്ക് 56 വർഷം തികയുകയാണ്. മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം എന്ന് കരുതപ്പെടുന്ന ചന്ദ്രനിൽ മനുഷ്യൻ്റെ ആദ്യ ചുവടുവെപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. 1969 ജൂലൈ 20 അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് അപ്പോളോ 11 എന്ന വാഹനത്തിൽ 1969 ജൂലൈ 21 ചന്ദ്രോപരിതലത്തിൽ ഇവർ എത്തിയത്. ചന്ദ്രനിൽ ആദ്യമായി കാലുവെച്ചത് നീൽ ആംസ്ട്രോങ്ങും രണ്ടാമത് കാലുകുത്തിയത് എഡ്വിൻ ആൾഡ്രിനുമായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ഈഗിൾ എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് മൈക്കൽ കോളിൻസുമായിരുന്നു. അപ്പോളോ 11 ചെന്നിറങ്ങിയ സ്ഥലം ഇന്നും പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും ആ യാത്ര ഇന്നും ചരിത്രത്താളുകളിൽ നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും ആ യാത്ര ഇന്നും ചരിത്രത്താളുകളിൽ നിലനിൽക്കുന്നു. ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നും 3,84,400 കിലോമീറ്റർ ദൂരമുണ്ട്. 1969-72 കാലഘട്ടത്തിൽ നീൽ ആംസ്ട്രോങ് മുതൽ യൂജിൻ സർനാൻ വരെ 12 പേരാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. 2008 ഒക്ടോബർ 22 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുവർണ ദിനമായിരുന്നു. അന്നാണ് ഭാരതത്തിൻ്റെ പ്രതീക്ഷകളും അഭിമാനവുമായി ചന്ദ്രയാൻ 1 ചന്ദ്രനിലേക്ക് കുതിച്ചുയർന്നത്. പിന്നീട് പുത്തൻ പ്രതീക്ഷകളുമായി 2019 ചന്ദ്രയാൻ 2 2023 ചന്ദ്രയാൻ 3 ഇന്ത്യ തൻ്റെ ജൈത്രയാത്ര തുടർന്നു. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ മനുഷ്യൻ്റെ കാവ്യസങ്കല്പങ്ങളെ മാത്രമല്ല, ശാസ്ത്രീയ ഭാവനകളെ കൂടി വളർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ കവിശ്രേഷ്ഠന്മാർക്ക് വരെ അത്ഭുതമായി നിലനിൽക്കുന്ന ചന്ദ്രനില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ചന്ദ്രനില്ലാതെയായാൽ ഒരുപക്ഷെ നമ്മുടെ ഭൂമി തന്നെ ഇല്ലാതായേക്കാം. ഇനിയും വലിയ ബഹിരാകാശ യാത്രകൾ നടത്താനും പഠനങ്ങൾ നടത്താനും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.